ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഏഷ്യാനെറ്റിലൊക്കെ ദീർഘകാലം ജോലി ചെയ്തു. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഹോട്ട്സ്റ്റാറിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. തന്നെയല്ല പപ്പൻ നല്ല ഒന്നാന്തരം ഒരു എഴുത്തുകാരനാണ്. പത്മനാഭനെ ഒരിക്കൽ വിളിച്ചു കാര്യമായ രീതിയിൽ അഭിനന്ദിക്കുകയുണ്ടായി. കാരണം മകൻ്റെ കുറിപ്പുകളെന്ന് പറഞ്ഞ പത്മനാഭനെ പറ്റി മകൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഗംഭീരമായ പുസ്തകം. അതിൻ്റെ രചനയിലാണെങ്കിലും പപ്പൻ്റെ ഓർമ്മശക്തിയൊക്കെ ഞാൻ അമ്പരപ്പിക്കുന്ന ഓർമ്മശക്തിയാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടാതെ 2 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്, ഓഗസ്റ്റ് ക്ലബും കാറ്റും അല്ലേ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും സിനിമയല്ല പ്രധാനമായും പപ്പൻ്റെ തട്ടകം എന്ന് പറയുന്നത് മീഡിയയാണ്. നമുക്കപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് പപ്പൻ്റെയും അച്ഛൻ്റെയും ജീവിതമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ഒരു ജീവിത കഥയാണ് പത്മരാജൻ്റേത്. ഇവരുടെ കുടുംബത്തിൽ പ്രായമായ ആളുകൾ വാഴുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പത്മരാജനായാലും അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും 45-46 വയസ്സിലൊക്കെ അരം കൊഴിഞ്ഞ് പോയവരാണ്. പപ്പൻ്റെ കാര്യത്തിൽ പക്ഷേ പപ്പൻ്റെ മകനെയാണ് ദൈവം നേരത്തെ കൊണ്ടുപോയത്. 1.5 വയസ്സുള്ളപ്പോൾ മോന് ക്യാൻസർ ബാധിച്ച് മരിച്ചു. എന്തായാലും ഇപ്പോൾ ആ ശാപമൊക്കെ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്ന ഒരു കുടുംബമാണ്. എങ്കിൽ പോലും ഏറ്റവും പ്രതിഭാധനായ പത്മരാജനെ ദൈവം വളരെ നേരത്തെ കൊണ്ടുപോയി. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു വരി ഉണ്ടായിരുന്നു, നമ്മൾ നരച്ച പത്മരാജനെ കണ്ടിട്ടില്ല എന്ന്. 45 വയസ്സിൽ അദ്ദേഹം മരിച്ചു, ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ചെയ്തതിന് ശേഷം. എന്തായാലും പല കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു ഗൃഹാതുരമായ ഓർമ്മയാണ് പത്മരാജൻ. അപ്പോൾ പപ്പനോട് ഇരിക്കുന്ന പോലും അച്ഛൻ്റെ മരണത്തിന് ശേഷം 35 വർഷം കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് 34 അല്ലേ, 80-ാം വയസ്സാകേണ്ടിയിരുന്നത് മെയ് 23-നാണ് അല്ലേ. എങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെയൊക്കെ കൂടെ ഉണ്ട് ഈ പത്മരാജൻ എന്ന് പറയുന്ന ആൾ എന്നുള്ളതാണ് നമുക്കൊക്കെ തോന്നുന്നത്. കാരണം അത്രയധികം നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭരതനൊക്കെ ആയാലും ഗംഭീരമായ ഒരു സംവിധായകനൊക്കെ ആണെങ്കിലും എപ്പോഴും പത്മരാജനാണ് ഇപ്പോഴും പുതിയ തലമുറയുടെ മനസ്സിൽ ഇത്രയധികം. തൂവാനത്തുമ്പി എന്നൊക്കെ പറയുന്ന ഏറ്റവും പുതിയൊരു സിനിമയായിട്ട് ആണ് നമ്മുടെ യുവതലമുറ കാണുന്നത്. എന്തായിരിക്കും പപ്പൻ എന്താ തോന്നുന്നത്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അച്ഛൻ അത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത് ഇപ്പോഴും? എനിക്ക് തോന്നുന്നത് എഴുത്തിലുള്ള ഒരു സവിശേഷതയാണ്. എഴുത്ത് വളരെ യുണീക്കായിരുന്നു. അത് മാത്രമല്ല വളരെ എന്താ പറയണ്ട ബിഫോർ ടൈം ആയിരുന്നു. വളരെ മുൻപേ പറഞ്ഞ ഒരു പക്ഷിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പോലും വളരെ അപ്ഡേറ്റഡ് ആണ്. പുള്ളിയുടെ സബ്ജക്ട്സ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അവർ എനിക്കൊന്ന് അന്ന് ഇറങ്ങിയ കാലത്തുള്ളതിനെക്കാട്ടിലും ചെറുപ്പക്കാർ അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്, അവരുടെ യുവത്വങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഇപ്പോഴാണ്. എനിക്കൊന്ന് വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു ചിന്ത വളരെ ആദ്യത്തെ എഴുത്തുകളിൽ തന്നെ ഉണ്ട്. അതായിരിക്കാം. പിന്നെ കാൽപ്പനികത, ഇത്രയധികം കാൽപ്പനികത വേറെ മലയാളത്തിൽ ഇങ്ങനെ നിരന്തരമായി പറഞ്ഞിരുന്ന വേറൊരാളില്ല. സാഹിത്യത്തിലായാലും സിനിമയിൽ ആയാലും വളരെ ഇപ്പൊ പലരും പറയുന്നത് അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ള കാൽപ്പനികതയായിരുന്നു. അപ്പൊ ഈ അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന നല്ല സുന്ദരനായ മനുഷ്യനായിരുന്നു. മാത്രമല്ല ഭയങ്കര റൊമാൻറ്റിക് ആയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആയിരുന്നോ, അതോ ഈ സാധാരണ അച്ഛന്മാരെ പോലെ ഒരു മോശകോടൻ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല, ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. അത് മോഹൻലാലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നും. ഞാൻ അനുകരിച്ചിട്ടുണ്ട് പപ്പേട്ടനെ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ ഈ മുന്തിരിത്തോപ്പിലേക്ക് ആ ബൈബിൾ വാക്യങ്ങളൊക്കെ പറയുന്നത് അച്ഛന് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്ത അതേ ഒരു മോഡുലേഷനിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പിയെടുക്കുമല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്, അറിയാതെ സംഭവിക്കുന്നതാണ്. അദ്ദേഹം തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പപ്പേട്ടൻ്റെ പോലെ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് മറ്റ് ചില സംവിധായകരുടെയൊക്കെ സെറ്റുകളിൽ പോകുമ്പോൾ, സത്യനന്ദിക്കാരൻ്റെയൊക്കെ സെറ്റിൽ പോകുമ്പോൾ, നീ അങ്ങനെ ഒന്ന് ഇറക്കി വിടുന്നു എന്ന് പറയുമായിരുന്നു. കാരണം അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അച്ഛന് ഒരുപാട് പേര് ഉണ്ട്. എൻ്റെ അടുത്തൊരിക്കൽ മമ്മൂട്ടി സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ സ്വാധീനം. അപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മളെന്തിനാ ഈ ഡ്യൂപ്ലിക്കേറ്റ്സിനെ കാണുന്ന, ഒറിജിനൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരിക്കൽ തമാശയ്ക്ക് ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാലയളവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ സത്യേട്ടനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം പപ്പൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സത്യേട്ടൻ്റെ പത്മരാജൻ്റെ ഒരു സിനിമ ഇറങ്ങിയാൽ അദ്ദേഹം സത്യേട്ടൻ്റെ വിളിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. എന്താണ് സിനിമയോടുള്ള അഭിപ്രായം? അത്രയ്ക്ക് സത്യേട്ടൻ്റെ സിനിമകൾ അച്ഛന് ഇഷ്ടമായിരുന്നോ? അച്ഛന് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ കാരിക്കേച്ചേഴ്സ് അല്ലെ ക്യാരക്ടേഴ്സിനെ ഇപ്പം ഒരുപാട് പുതിയ ആളുകളെ അദ്ദേഹമാണ് പോപ്പുലറൈസ് ചെയ്യുന്നത്.
ഇപ്പം തന്നെ കൃഷ്ണൻകുട്ടി നായരെ അച്ഛൻ കൊണ്ടുവന്നതാണെങ്കിലും കൃഷ്ണൻകുട്ടി നായരുടെ ഗംഭീര വേഷങ്ങൾ മുഴുവൻ സത്യനന്ദിക്കാടിൻ്റെ പടങ്ങളിലാണ്. അദ്ദേഹം ശരിക്കും തെളിയുന്നത് വേണമെങ്കിൽ സത്യനന്ദിക്കാടിലൂടെയാണെന്ന് പറയാം. അച്ഛൻ്റെ ആദ്യത്തെ 2 പടങ്ങളും പെരുവഴിയമ്പലവും ഫയൽവാനുമാണ്. പിന്നെ അച്ഛൻ്റെ പല പടങ്ങളിലും വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒന്ന് ശോഭിക്കാൻ പറ്റിയത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കൊണ്ട് തന്നെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഈ കാരിക്കേച്ചറിങ് സ്വഭാവമുള്ള സിനിമകൾ ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യേട്ടൻ ഏത് പടം വന്നാലും വിളിച്ച് പറയുമായിരുന്നു. അപ്പം അതിൽ എനിക്ക് അച്ഛന് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ തൂവാനത്തുമ്പിൽ ഇറങ്ങിയ സമയത്ത് സിനിമയിൽ നിന്ന് ഒറ്റ ഫോണില്ല. ആ പടം വന്ന് ഇറങ്ങിയ സമയം എ സെൻറ്റേഴ്സിൽ ഭയങ്കരമായി വീണുപോയ ഒരു പടമാണ്. ബിയിലും സിയിലും ഒക്കെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നഷ്ടമില്ല എന്നേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലോങ് ടേം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പറയും നഷ്ടമാണ് എന്ന് പറയും. അന്ന് അങ്ങനെ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അന്ന് സിനിമയിൽ നിന്ന് വന്ന ഏക ഫോൺ കോൾ സത്യനന്ദിക്കാടിൻ്റെയാണ്. അദ്ദേഹം ഒരു തൃശ്ശൂർക്കാരനും കൂടെയാണല്ലോ. അപ്പോൾ അദ്ദേഹം അത് വളരെ ഹൃദ്യമായി കുറേ അതിനെപ്പറ്റി ആസ്വദിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സിനിമകൾ ഇറങ്ങുമ്പോൾ സത്യേട്ടൻ വിളിച്ചില്ലെങ്കിൽ സത്യൻ്റെ കോള് വന്നില്ലല്ലോ എന്നിങ്ങനെ പറയും. അങ്ങനെ പറയും. ഗന്ധർവന്റെ സമയത്തൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞറിഞ്ഞിട്ട് പുള്ളി വിളിച്ചിട്ടുണ്ടെന്ന് അറിയാം. ആദ്യം വിളി വന്നില്ല. അപ്പൊ ഇങ്ങനെ എന്താ സത്യം വിളിച്ചില്ലല്ലോ എന്ന് അച്ഛൻ കൺസേൺഡ് ആയിട്ട് പറഞ്ഞ് അറിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ വീണ്ടും പുസ്തകത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം കലാകാരന്മാരെന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടെമ്പേർഡ് ആണ്, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് അവർക്ക് പല കാര്യങ്ങളും എന്താ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അതുകൊണ്ടൊക്കെയാണോ അച്ഛന് ഏറ്റവും അടുത്ത ബന്ധങ്ങൾ, ഇപ്പം സോമന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ONV കുറുപ്പ്, അദ്ദേഹം ഏറ്റവും അധികം ആദരിച്ചിരുന്ന ആളാണ്, ഒരു ഗുരുവിനെ പോലെ കരുതുന്നത്. പക്ഷെ ഇവരൊക്കെ ആയിട്ട് ഇടയ്ക്ക് പിണങ്ങിയ സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഇവരൊക്കെ നമ്മൾ പിണക്കത്തിന്റെ ഒരു അടിസ്ഥാനം? ചെറിയ സൗന്ദര്യ പിണക്കങ്ങളാണോ? എന്താണ് സംഭവിക്കാറുള്ളത്? കുറുപ്പ് സാറിന്റെ പിണക്കം, കുറുപ്പ് സാറായിട്ട് അങ്ങനെ ഉടക്കല്ലായിരുന്നു, അതൊരു വിഷമത്തിലായിരുന്നു. കുറുപ്പ് സാറ് അദ്ദേഹത്തിന് തൂവാനത്തുമ്പികളിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു കേട്ടിട്ട് അദ്ദേഹം വളരെയധികം ആസ്വദിച്ച് ചിരിച്ചു എന്ന് വീട്ടിൽ വന്ന്, അച്ഛൻ്റെ ഒരു ഗുരുവും കൂടെയാണ്, അച്ഛൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. അന്ന് അച്ഛൻ്റെ ഒരു മെൻറ്ററായിരുന്നു ശരിക്കും പറഞ്ഞ കുറുപ്പ് സാർ. അച്ഛൻ്റെ ആദ്യത്തെ കഥ ഈ ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകുട്ടി മാഗസിനിൽ കൊടുക്കുക, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അന്നത്തെ ഒരു അരാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ അത് സി ദിവാകരനായിരുന്നു അന്നത്തെ മാഗസിൻ എടുത്തത്. അദ്ദേഹം അത് കൊടുക്കാതെ മാറ്റി വയ്ക്കുകയും അതിൽ പ്രതിഷേധിച്ച് കുറുപ്പ് സാറ് വളരെയധികം അദ്ദേഹത്തിനെ ചീത്ത പറയും, എന്തുകൊണ്ട് കൊടുത്തില്ല, പുള്ളി കൊടുത്തതാണ്, ഈ കഥ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ്. അദ്ദേഹം വായിച്ചു പോലുമില്ല എന്നാണ് പറഞ്ഞത് സി ദിവാകരൻ സാറ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ കഥ എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണ് കെ ബാലകൃഷ്ണന് ഇങ്ങനെ എൻ്റെ ഒരു ശിഷ്യനാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കെ ബാലകൃഷ്ണൻ്റെ ഒരു അദ്ദേഹത്തിന് വളരെ കാര്യമായ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ഇയാൾ മലയാള ചെറുകഥയിൽ ചില സംഭവങ്ങൾ ഉണ്ടാക്കും എന്നൊരു കുറിപ്പോട് കൂടിയാണ്. അന്ന് കെ ബാലകൃഷ്ണൻ്റെ ഒരു കുറിപ്പോട് കൂടിയൊക്കെ അങ്ങനെ വരിക എന്ന് പറയുന്നതിന് അദ്ദേഹം അത്രയും ദീർഘദർശിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അന്ന് തൊട്ട് തുടങ്ങുന്ന ഒരു ഗുരുശിഷ്യ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, കുറുപ്പ് സാറിൻ്റെ ആദ്യത്തെ കവിതയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന അതേ വർഷമാണ് ശിഷ്യനും കിട്ടുന്നത്, നോവലിന്. അന്ന് അദ്ദേഹത്തിന് 2 പേർക്കും കൂടി മൂതോളത്ത് വെച്ചിട്ട് ഒരു സ്വീകരണമൊക്കെ കൊടുത്തു. ഒരു തുള്ളി വിളിച്ച ഒറ്റമാണെന്ന് തോന്നുന്നു. 75 അല്ല, 70-ലാണ്, 71-ലാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവാർഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഒരുമിച്ച് മൂതോളത്ത് വെച്ച്, അപ്പം അങ്ങനെയുള്ളൊരു വലിയ അടുപ്പവും വലിയ ആദരവുണ്ടായിരുന്നു അദ്ദേഹത്തോട്. അപ്പോൾ ഈ തൂവാനത്തുമ്പികൾ വരുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അത്രയും പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പുള്ളി അങ്ങനെ പറയുന്നതല്ല, നമുക്കിത് ബോംബെ രവിയെ കൊണ്ട് ചെയ്യുകയാണ്. ബോംബെ രവി എന്ന് വളരെ എക്സ്പെൻസീവാണ്. അന്ന് അദ്ദേഹത്തിന് ഒരു പാട്ടിന് 1 ലക്ഷം രൂപയാണ്. മൊത്തം പടത്തിൻ്റെ കോസ്റ്റ് 8 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് താങ്ങാൻ പറ്റില്ല. ഒന്നത് പുതിയ പ്രൊഡ്യൂസർ ഒരു സ്റ്റാൻലി ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ, പിന്നീടാണ് ഗാന്ധിമതി ബാലൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആണ് മ്യൂസിക് വന്നത്. അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം ആഗ്രഹിച്ച മറ്റദ്ദേഹത്തെയാണ്. പിന്നെ ഇതൊരു പുതിയ ഒരു ഗ്രീൻ ഹോൺ എന്തിനാണ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇത് ഒരു 2 പാട്ടുകൾ ചെയ്തു. ആ പാട്ടുകൾ മോശമൊന്നുമല്ല, നല്ല പാട്ടുകളാണ്. അച്ഛനത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ ആളുകളൊക്കെ വന്നു, പലരും അഭിപ്രായപ്പെട്ടു ഇതൊട്ടും പോപ്പുലർ അല്ല, ഇതൊരു ലൈറ്റ് സോങ് പോലെ ആയിപ്പോയി, ലളിത സംഗീതം പോലെ ആയിപ്പോയി. അപ്പം മാറ്റാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അത് സാധ്യമല്ല പറഞ്ഞു. അതൊരു വലിയ വിഷമമായി അച്ഛന്. അങ്ങനെ വഴക്കമൊന്നും ഉണ്ടായില്ല. അന്ന് ഒരു വിഷമത്തിൻ്റെ പുറത്ത് അച്ഛന് അവിടെ ഇരുന്നൊരു ഫ്ലാറ്റിൽ, അച്ഛൻ്റെ ഒരു ഫ്ലാറ്റ്, ഒരു വർക്ക് സ്പേസ് ഉണ്ട്, ഇപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുക.
അവിടെ ഇരുന്നൊരു അവളുടെ സന്ധ്യാനാമം എന്ന് പറഞ്ഞൊരു കവിത, അതാണ് അച്ഛൻ ജീവിതത്തിലാകെ എഴുതിയ ഒരു കവിത. ഇരുന്ന് എഴുതി അതിൻ്റെ ഒരു വിഷമം തീർത്തത് അങ്ങനെയാണ്. അതാണ് അതിൽ സംഭവിച്ചത്. സോമൻ സാറുമായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, തുടർച്ചയായിട്ട് അച്ഛൻ്റെ 4-5 പടങ്ങളിൽ അദ്ദേഹമായിരുന്നു നായകൻ. ഇതായിവിടെ വരെയായിരുന്നു രണ്ടുപേരുടെയും സൂപ്പർ ഹിറ്റ്. അദ്ദേഹം ഒരു സൂപ്പർ നായകനാകുന്നത്, സൂപ്പർ സ്റ്റാർ ആകുന്നത് ഇതായിവിടെ വരെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഐ.വി. ശശിയുടെയും ആദ്യത്തെ സൂപ്പർ ഹിറ്റ് അതാണ്. ഇവരുടെ എല്ലാം ആദ്യത്തെ കളർ പടം സോമൻ സാറിൻ്റെ അല്ല, ബാക്കി രണ്ടുപേരുടെയും. അത് കഴിഞ്ഞ് രവിനിർവേദത്തിലെ ഒരു ക്യാമയോ, അത് കഴിഞ്ഞ് വാടകയ്ക്കൊരു ഹൃദയം, തുടർച്ചയായിട്ട് ഒരുപാട് പടങ്ങൾ, പിന്നെ നക്ഷത്രങ്ങളെ കാവൽ, വാടകയ്ക്കൊരു ഹൃദയം, കുറേ പടങ്ങളുണ്ടായിരുന്നു. സത്രത്തിലൊരു രാത്രി. അപ്പോൾ ഈ സത്രത്തിലൊരു രാത്രിയുടെ സമയത്ത്, അതിന് മുമ്പ് രാപ്പാടികളുടെ കഥ, അതിലും അദ്ദേഹമായിരുന്നു നായകൻ. അടുപ്പിച്ച 5-6 പടങ്ങളിൽ നായകനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ തന്നെ ഒരു അനന്തരവൻ, അവർ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമില്ല, ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം ചിന്തയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ക്ലാസിക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ശരിക്കും അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഇവിടെ എറണാകുളത്ത്, ഇവിടെ BTH അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഇവിടെ വന്നു. അപ്പോൾ കാണാൻ വന്നപ്പോൾ ഇവിടെ സത്രത്തിലൊരു രാത്രി എന്ന് പറയുന്ന പടത്തിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ N. ശങ്കരൻ നായരായിരുന്നു അതിൻ്റെ സംവിധായകൻ. അപ്പോൾ ഇതിൽ സോമൻ്റെ ഈക്വൽ റോളാണ് ആൻറ്റി ഹീറോ ആയ സുകുമാരൻ. അപ്പം അന്ന് വന്നപ്പം പുള്ളി ഭയങ്കര ജാടയാണ്. ഞാൻ മറ്റേയാളെ അയാൾക്ക് ഡയലോഗ് കയറ്റി എഴുതാൻ പോവാം എന്ന് പറഞ്ഞതായിട്ടും, പിന്നെ അതിൽ സുകുമാരനാണ് ശരിക്കും സ്കോർ ചെയ്തത്. അത് ജോൺ പോളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുകുമാരൻ്റെ ആദ്യത്തെ 2 സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത് ശംഖുപുഷ്പവും സത്രത്തിലൊരു രാത്രിയായിരുന്നു. ശംഖുപുഷ്പം കുറച്ചുകൂടെ ക്ലാസ് ഓഡിയൻസ്, ഇത് കുറച്ചുകൂടി ഒരു ലോവർ സ്ട്രാറ്റയ്ക്ക് പിടിക്കുന്ന ഒരു പടമായിരുന്നു. പിന്നെ അങ്ങനെയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ ഹിറ്റുകളിൽ പെടുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര ഇടിവെട്ട് ഡയലോഗുകളായിരുന്നു. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ആ പടം ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ അതിൽ ഇവിടെ പമ്പിയിരുന്നൊരു എന്താ ഈ ചില ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന തരത്തിലുള്ള ചില ഡയലോഗുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. വളരെ ഡേറ്റഡ് ആയിട്ടുള്ള, വളരെ ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ. അപ്പൊ ഇങ്ങനെ ഈ പിണങ്ങുന്നവരോടൊക്കെ പിന്നീട് കുറുപ്പ് സാർ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ തമ്മിൽ ഈ പ്രശ്നമൊന്നുമില്ല. എങ്കിലും പിന്നെ പടങ്ങൾ ഒരുമിച്ച് ചെയ്തില്ല. സോമനുമായിട്ട് പക്ഷേ അത് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് തൂവാനത്തുമ്പികളിലാണ് വിളിക്കുന്നത്. തൂവാനത്തുമ്പികളുടെ അവസാനത്തെ മോനി ജോസഫ് എന്ന കഥാപാത്രത്തിനെയാണ്. അന്ന് അവർ തമ്മിൽ വളരെ ഹൃദ്യമായ, അതിൻ്റെ അടുത്ത പടമായ അവരിലുണ്ട്, 3-ാം പക്കത്തിലുണ്ട്. സീസണിൽ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ടോ എന്ന് സംശയമില്ല, സീസണിലില്ല. ഗന്ധർവനിലുണ്ട്. തുടർച്ചയായിട്ട് അത് എഴുതിയ പടങ്ങളിലും ഉണ്ടായിരുന്നു. അതും ഈ തണുത്ത ഉത്ഭവകാരത്തിലൊക്കെ അദ്ദേഹത്തിന് നല്ല വേഷം കൊടുത്തു. അപ്പൊ ഇത്തരം ഈ സംഭവങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയുന്ന പതിവ് ഉണ്ടായിരുന്നു? ഇല്ല, ഇതൊക്കെ ഞാൻ വേറെ പല ആളുകൾ വഴിക്കാണ് ഈ സംഭവങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. കുറുപ്പ് സാറിന്റെ അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത് അവിടെ ഒരു സംഭവം ആവുകയും അതിന്റെ ഒരു വിഷമം പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മയടുത്ത്. പപ്പൻ ജനിക്കുമ്പോൾ ഏത് സിനിമയിൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു അച്ഛൻ? ഞാൻ ജനിക്കുന്ന സമയത്ത് ആയിട്ടില്ല. 74 ഫസ്റ്റ് പടത്തിന്റെ ഷൂട്ടിങ്ങും ഒക്കെ തുടങ്ങുന്നത്. അപ്പോഴേക്കും എനിക്ക് 2-3 വയസ്സ്, 4 വയസ്സൊക്കെ ആയിട്ടുണ്ട്. 4 അല്ല, എനിക്ക് 2-3 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. പ്രയാണത്തിന്റെ സമയത്ത് ഈ താടിയില്ലാത്ത ഭരതൻ വീട്ടിൽ വരുന്ന ഓർമ്മയുണ്ട്. അത് കല്യാണത്തിനൊക്കെ മുമ്പാണ്. അദ്ദേഹം ഒരു സിഗാറാണ്, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് തടിച്ച ബീഡി എന്നൊക്കെ പുള്ളി എനിക്ക് പറഞ്ഞിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു, വലിയ ഓമനത്വത്തോടുകൂടി. അതിൻ്റെ അകത്ത് അപ്പു എന്ന് പറയുന്ന ബാലന്റെ പല ചേഷ്ടകളും ഞാൻ അന്ന് കാണിച്ചിട്ടുള്ള പല കുറുമ്പുകളുമാണെന്നൊക്കെ അമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അത് മാസ്റ്റർ രഘു ആയിരുന്നു ചെയ്തിരുന്നത് ആ വേഷം. പിന്നെ ഇടയ്ക്ക് 1-2 സിനിമകളിലൊക്കെ ബാലതാരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട്. ഒരു പടത്തിൽ, അത് നക്ഷത്രങ്ങളെ കാവൽ, ഒരു മൊണ്ടാഷ് സീനിൽ ഡയലോഗൊന്നുമില്ല. അത് ഞാൻ അവിടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് അതിൻ്റെ പൂജയുടെ സമയത്ത് പോയപ്പം KS സേതുമാധവൻ സാറായിരുന്നു അതിൻ്റെ സംവിധായകൻ. അദ്ദേഹം അപ്പം എന്നെ ഇങ്ങനെ നോക്കി വെച്ചിരുന്നു എന്ന് മനസ്സിലായി. കാരണം പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പെട്ടെന്ന് അമ്മയച്ഛനും കൂടെ പിന്നെ സ്കൂളിൽ വന്ന് എനിക്കൊരു പടത്തി അഭിനയിക്കണോടാ. അപ്പോൾ എനിക്കൊരു പിടുത്തമില്ല. അവിടെ ചെന്ന് അങ്ങനെ നിൽക്കൂ, ഇങ്ങനെ നിൽക്കൂ, ഇങ്ങനെ ഓടൂ എന്നൊക്കെ പറഞ്ഞല്ലാതെ എനിക്കന്നൊരു 5-6 വയസ്സേ ഉള്ളൂ. ആ ഡയലോഗൊന്നുമില്ല ഭാഗ്യത്തിന്. ഇപ്പൊ കാണുമ്പോഴും ഭയങ്കര ചമ്മലാണ്. ഈ അച്ഛൻ്റെ തിരക്കഥകൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിരുന്നോ?
എല്ലാവരും ഒരുപോലെ ആയിരുന്നില്ല. ജോഷിയായിട്ട് യാതൊരു പ്രശ്നമില്ലായിരുന്നു. സാറുണ്ട്, അതെ അതെ. ശശിയാണ് 5 പടം, ഭരതൻ 6 പടം, അങ്ങനെ മോഹൻ 3 പടം. സത്യത്തിൽ ഈ ഇടവേള ഞാൻ അടുത്ത കാലത്ത് വീണ്ടും കണ്ടപ്പോഴാണ് അത് അച്ഛൻ്റെ സ്ക്രിപ്റ്റാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പടമാണ്. അവരുടെ കോമ്പിനേഷനിൽ ഏറ്റവും നല്ല പടം അതായിരുന്നു. അതെ അതെ, ശരിയാണ്. ഈ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അതാ? എനിക്ക് ഒരിടത്തൊരു ഫയൽവാൻ. എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, അരപ്പട്ട ഗ്രാമത്തിൽ. അതും വളരെ ഇഷ്ടമുള്ള പടമാണ്. അച്ഛൻ്റെ എഴുത്തിന് കൂടെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ എഴുതാൻ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങളൊക്കെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പോകുന്നുള്ളത് കൊണ്ട് തന്നെ പുറം സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അതെല്ലാം അച്ഛൻ അത് എഴുതി ഓരോ സ്ഥലത്തിൻ്റെ എന്ന് തുടങ്ങി ഏത് സമയം. ഇപ്പം ഹോട്ടൽ സുദർശൻ 8:30 AM എന്ന് പറഞ്ഞിട്ട് തുടങ്ങി അവസാനിക്കുന്ന ദിവസവും ഇതുപോലെ മിക്കവാറും ഒരു 10-15 ദിവസത്തിനകം സ്ക്രിപ്റ്റ് കഴിയും. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഫയൽവാനൊക്കെ 3 ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. കാരണം അത്രത്തോളം മനസ്സിൽ പതിഞ്ഞിട്ട്. പിന്നെ അന്ന് അച്ഛന് ഈ ആകാശവാണി ജോലിയുണ്ടല്ലോ, VRS എടുക്കുന്നവരെയും ഈ ഓട്ടമാണ് ജോലിയുടെ ഇടയിൽ. അത് വോളണ്ടറി റിട്ടയർമെന്റ് ആയിരുന്നു. അവസാനം എൻ്റെ പെൻഷൻ ഇപ്പോഴും അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ എൻഷുർ ചെയ്തിട്ടാണ് പുള്ളി പ്ലാൻഡ് ആയിരുന്നു ആ ഒരു കാര്യത്തിലൊക്കെ. അച്ഛൻ അതുപോലെ ഈ പറഞ്ഞ പൈസ ചോദിച്ചു വാങ്ങിക്കുന്നൊക്കെ ഒരു തലമുറയിൽപ്പെട്ട ആളായിരുന്നു. കാരണം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, പഴയ സിനിമക്കാർ എന്നെ എപ്പോഴും പറ്റിച്ച് എൻ്റെ വീട്ടിൽ കെട്ടുകണക്കിന് മറ്റേ വണ്ടിച്ചക്കിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അച്ഛനെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല, ഒരിക്കലും പറ്റിയിട്ടില്ല. അപ്പോൾ സാമ്പത്തികമായ സുരക്ഷിതത്വം അച്ഛൻ മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്നു? ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ ഒരു ഡയർ സ്ട്രേറ്റ്സിലൊന്നും ആയിരുന്നില്ല. നമുക്ക് ജീവിക്കാനുള്ള പിന്നെ കടങ്ങളില്ലായിരുന്നു. 45 വയസ്സേ ഉള്ളെങ്കിൽ അന്ന് ഈ മെയ്ഡ് ഹിസ് ഓൺ ഗ്രൗണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് ലാൻഡ് പ്രോപ്പർട്ടി ആയിട്ടൊക്കെ അത്യാവശ്യം ജീവിച്ചു പോകാൻ, അത്രേ ഉള്ളൂ. അങ്ങനെ അഹങ്കരിക്കാൻ തക്ക ഒന്നൊന്നുമില്ല. എങ്കിലും ജീവിതത്തെ വെറുക്കാതിരിക്കാനുള്ളത് ഉണ്ടാക്കാൻ, ജീവിതത്തെ മറക്കാനോ വെറുക്കാനോ ഉള്ള വകയുണ്ടാക്കാത്തൊരു മധ്യധാരയിൽ നിർത്തിയിട്ടാണ് പോയത്. ഈ അച്ഛന് ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഈ കുടുംബത്തിലെ ഈ അധികം പ്രായമാകാതെ ഉണ്ടായിരുന്നു. കാരണം അത് NN കക്കാട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭയം വല്ലാതെ ഇരുന്ന സമയത്ത്, ഈ ആകാശവാണി ബന്ധമാണ്, കോഴിക്കോട് പോയപ്പോഴും മറ്റോ ഈ എനിക്കൊന്ന് 2ാമത്തെ ബ്രദർ മരിച്ചപ്പോഴും മറ്റോ ആ സമയത്തോ മറ്റോ അന്ന് അദ്ദേഹം ഉപദേശിച്ചത് പ്രകാരം ലളിതാ സഹസ്രനാമം ഒരുപാട് കാലം അച്ഛൻ കിടക്കുമ്പോൾ ചൊല്ലുമായിരുന്നു. അത് ഈ ഭയം മാറ്റാൻ വേണ്ടി അത് വേറെ പലരും അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കക്കാട് പറഞ്ഞതായിട്ട്. അങ്ങനെ ഒരു ഭയങ്കര ഓവർട്ട്ലി അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഇപ്പോൾ അമ്പലവാസിയോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഡെയിലി പോകുന്ന സിനിമാക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ശിവന്റെ അമ്പലത്തിൽ രാവിലെ തിങ്കളാഴ്ച പോകുന്ന എത്രയോ സിനിമാക്കാർ തിരുവനന്തപുരത്തുണ്ട്. വളരെ അറിയപ്പെടുന്ന, നമ്മളൊക്കെ വലിയ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ അന്ധവിശ്വാസികൾ. ഇത്രയും അന്ധവിശ്വാസമുള്ള ഒരു സ്ഥലമില്ല. അച്ഛൻ അന്ധവിശ്വാസിയേ ആയിരുന്നില്ല. പക്ഷെ എഴുതുമ്പോൾ എപ്പോഴും ഒരു ഓം എന്ന് എഴുതുമായിരുന്നു. അതെനിക്ക് തോന്നിയ ഒരു എന്താണ്, ഈ ഇൻവോക്കേഷൻ ഓഫ് ദി മ്യൂസസ് എന്നൊക്കെ പറയും. ഈ ഉള്ളിലുള്ള ഒരു കാവ്യ ദേവതയെ ഉണർത്തലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു, വളരെയധികം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു അല്ലേ ആ ടെൻഷനിൽ? അതെ അതെ. അത് അമ്മ ഈ ആ ഡിസംബറിലോ ജനുവരിയിലോ ആയിരുന്നു മറ്റണം. അതിന് തൊട്ട് മുമ്പ് അമ്മയുടെ ഒരു ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഒരു ജ്യേഷ്ഠ സ്ഥാനത്തുള്ളൊരു വല്യമ്മ, അവർ പറഞ്ഞിരുന്നു, ശാന്തവല്യമ്മ എന്നാണ് പറയുന്നത്. അവർ നന്നായിട്ട് ജാതകം നോക്കും. തൃശ്ശൂരുള്ള അമ്മയുടെ ഒരു കസിനാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി എല്ലാ ചിത്തിരയ്ക്കും പക്കനാളിന്, അച്ഛൻ ചിത്തിരയാണ്, മൃത്യുഞ്ജയ ഹോമം കഴിക്കണം, അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഈ ഒമൻസ് ഒരുപാട് സൂചനകൾ നമ്മളൊക്കെ ചിലതൊക്കെ ഇതെങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് വളരെ അതിശയകരമായി തോന്നിയിട്ടുണ്ട്. ഇപ്പം അച്ഛൻ മരിക്കുന്ന അതേ സമയത്ത് ഈ പിന്നെ വയലാറിൻ്റെ ആത്മാവിലൊരു ചിത എൻ്റെ സിസ്റ്റർ പാടിക്കൊണ്ടിരിക്കുന്നു. അതേ വരികൾ അച്ഛൻ്റെ മരണമാണല്ലോ. ഈ മരണവിവരം പറയാൻ പോകുമ്പോൾ അവളത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എനിക്കും ഒരു തോന്നൽ, ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ സോങ് ഓഫ് സിക്സ്പെൻസ് എന്ന് പറയുന്ന AJ ക്രോണിൻ്റെ നോവലിൽ ഇതേ ഒരു മരണം വരികയും ഞാനിത് ഭാവനയിൽ സങ്കല്പിച്ച് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അധികം താമസിക്കാതാണ് സംഭവിക്കുന്നത്. അച്ഛൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ചിത്ര പണിക്കർ, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടറായിരുന്നു. ഒരു തമ്മിൽ വലിയ അടുപ്പമായിരുന്നു, ശൈശവം തൊട്ടുള്ള. അദ്ദേഹത്തിന് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തൊരു മുണ്ട്, അന്ന് അദ്ദേഹം ജോലിക്ക് പോവാതെ ഇതൊന്ന് അലക്കിയിടാന്ന് പറഞ്ഞാൽ ആ മുണ്ട് അവസാനം കൊണ്ട് കൊടുത്ത വളരെ അടുത്ത സമയത്ത്, മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പ്. അപ്പോൾ അത് അയലിങ്ങനെ പുള്ളി തന്നെ അലക്കിയിട്ട്
പുള്ളിയുടെ വൈഫ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ അശയുടെ ഒരു കമ്പിയിൽ തൊട്ട് ഇതിങ്ങനെ എൻ്റെ കര ഇങ്ങനെ കീറി. അപ്പോഴത്തേക്കും ഒരാൾ ഓടി വന്നിട്ട് നമ്മുടെ പത്മരായ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അദ്ദേഹമായിരിക്കും മറ്റേ രാഷ്ട്രീയക്കാരനായിരിക്കും. അത് കഴിഞ്ഞിട്ട് അയാളെ കുറേ ചീത്തയും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് റിയലൈസ് ചെയ്യുന്നത്. അപ്പം ഇത് ചില സൂചനകൾ പലർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു എനിക്ക് വളരെ നമ്മൾ ചിലതൊക്കെ വിശ്വാസത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ചില നിമിത്തങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ്. ബയോഫിലിക് ഡിസൈൻ കേന്ദ്രീകരിച്ച് നിർമ്മിച്ചിരിക്കുന്ന മേബൽ റെസിഡൻസിനും പ്രകൃതിക്കുമിടയിൽ ഒരു പോസിറ്റീവ് ആൻഡ് സസ്റ്റൈൻഡ് ഇന്ററാക്ഷനാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ എനിക്ക് പപ്പൻ്റെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, ഞാൻ എന്നെ ആകർഷിച്ചൊരു സാധനം, അച്ഛൻ വിളിച്ചിട്ട് നീ ഒരിക്കലും സിനിമാ സംവിധായകനാകരുത് എന്ന് പറഞ്ഞു. കാരണം അച്ഛൻ പക്ഷെ വളരെ ആസ്വദിച്ച് ചെയ്തൊരു ജോലിയല്ലേ. പിന്നെ അച്ഛൻ എന്തുകൊണ്ടാണ് മകൻ്റെ അടുത്തത്? ആസ്വാദനം ഒക്കെ അതിൻ്റെ ഒരു തുടക്കകാലത്തേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അത് ഭയങ്കര സംഘർഷം തന്നെയായിരുന്നു. കുറച്ചുകൂടെ എന്താ പോപ്പുലർ ഫിലിംസിൽ ആമഗ്രനായപ്പോൾ കുറച്ചുകൂടെ ജനപ്രിയ ടേസ്റ്റുകൾക്ക് വശമ്പ തന്നെ ആകേണ്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ട് പടം ചെയ്യേണ്ടി വന്നപ്പോൾ ആ സംഘർഷം ഉണ്ടായിരുന്നു. കോംപ്രമൈസിങ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. അവസാനമായപ്പം പറഞ്ഞിരുന്നു ഇനിയിപ്പം അച്ഛൻ്റെ തിരക്കഥകൾക്ക് അപ്പോഴും വലിയ ഡിമാൻഡായിരുന്നു. ഒരുപാട് പേര് ചെയ്യാൻ, ഭരതനും ശശിയൊക്കെ അപ്പോഴും ഉണ്ട്. അതുകൂടാതെ 2-3 പേർക്ക് വാക്ക് കൊടുത്തിരുന്നു ഇങ്ങോട്ട് വന്ന് സിബി മലയിൽ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ടി കെ രാജീവ് കുമാർ, ഇവർക്ക് 2 പേർക്കും വാക്ക് കൊടുത്ത് ഞാൻ എഴുതിത്തരും, ഇത് എഴുതിത്തരും, ഇത് കഴിഞ്ഞ ഉടനെ തരാം. അതൊക്കെ വെൽ പെയ്ഡുമാണ്. ആ സമയത്ത് അച്ഛൻ ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ പെയ്ഡ് റൈറ്റേഴ്സ് ആയിരുന്നു. എപ്പോഴല്ല, തുടക്കം തൊട്ടേ എങ്ങനെയായിരുന്നു. എൻ്റെ അടുത്ത് ഡെന്നീസ് ജോസഫ് ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം നിറക്കൂട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്ന് റേറ്റൊക്കെ ഒന്ന് കൂട്ടാം, ശ്യാമയും നിറക്കൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പുള്ളി ഒന്ന് മാർക്കറ്റ് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഇന്നയാൾ 8,000, മറ്റേയാൾ 10,000, മറ്റേയാൾ 15,000, ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല. അത് മറ്റേ അദ്ദേഹം 25,000, പത്മരാജൻ 40,000 എന്ന് പറഞ്ഞത് അന്ന് അതൊരു 80s തുടക്കമാണ്. ആ സമയത്ത് തന്നെ പുള്ളി സ്കെയിൽസ് വളരെ ഹൈ ആയിരുന്നു. അതേപോലെ വളരെ നന്നായി അല്ലേ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം പലരും പറയുന്ന പോലെ ഇപ്പൊ വീട്ടിൽ വണ്ടിച്ചക്കായിരുന്നു. അതെ, തുടക്കം തൊട്ട് തന്നെ അച്ഛനെന്നാ ഒരു പൈസ പോലും വാങ്ങിക്കാതെ എഴുതിയ തിരക്കഥകളുണ്ട്. പ്രയാണത്തിന് ഭരതൻ അന്നത്തെ കാലത്ത് 1,100 രൂപ പുള്ളി തന്നെയായിരുന്നു പ്രൊഡ്യൂസർ. അച്ഛൻ തിരിച്ചാ പൈസ കൊടുത്തിട്ട് പ്രൊഡക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഒരു പൈസ പോലും കൈപ്പറ്റിയില്ല. അങ്ങനെയുള്ള ഇതുണ്ട്. ഇപ്പം അങ്ങനെയുള്ള കൊച്ചു പടങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് അത്രയും കുറച്ച് തന്നെയാണ് ചെയ്യുന്നത്. പരിപാടി അമ്പലം പോലെ ഒരു പടം ചെയ്യുമ്പോൾ അന്നത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് ആയിരിക്കില്ല അച്ഛൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും ഫയൽ ബാൻ ചെയ്യുമ്പോഴും ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞ പത്മനാഭനെ പോലുള്ള ഒരു സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ മകൻ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന അറ്റ്ലീസ്റ്റ് തിരക്കഥാകൃത്തെങ്കിലും ആകും എന്നുള്ളതാണല്ലോ. പക്ഷേ 2 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ഞാൻ വളരെ റിലക്റ്റൻ്റ് ആയിട്ടുള്ളൊരു എഴുത്തുകാരനാണ് പൊതുവിൽ തന്നെ. പിന്നെ ബാക്ക് ഓഫ് ദി മൈൻഡ് ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത് എന്നുള്ള വാക്ക് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു ക്രേവിംഗ് ഇല്ല. ഉപജീവനമാക്കരുത് തന്നെ പറഞ്ഞു, അന്ന് തന്നെയാണ് പറഞ്ഞത്. ആ വാക്കാണ് പറഞ്ഞത്, ഒരിക്കലും ഉപജീവനമാക്കരുത്, സംവിധാനം എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് എഴുത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ട്. പിന്നെ ഇത് പഴയ പോലെ അല്ല. ഇപ്പം നമ്മൾ അതിനായിട്ട് ഇറങ്ങി നിൽക്കണം. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ ചെയ്തുകൊണ്ട് പോകാവുന്ന ഒരു പണിയല്ല. പണ്ട് തന്നെ അടൂർ ബാലകൃഷ്ണൻ പണ്ട് പറഞ്ഞിട്ടുള്ള സിനിമ ഏണ്ട് ലീവ് എടുത്ത് ചെയ്യേണ്ട ഒരു പ്രസ്ഥാനമല്ല. അത് ശരിക്കും അദ്ദേഹം ലാക്കാക്കിയത് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയിലെ അന്നത്തെ ഇദ്ദേഹത്തിൻ്റെ സജീവ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിരുന്ന 2 പേരും, ഒന്ന് ജി അരവിന്ദനെയും പത്മരാജനെയും തന്നെയാണ്. ഒരാൾ റബ്ബർ ബോർഡിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു, മറ്റേയാൾ ആകാശവാണി വർക്ക് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇവർ 2 പേരും VRS എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ. അല്ലാതെ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു പടം ചെയ്ത് ആകാശവാണി പണി പോകും, ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ടല്ലേ ജി വേണുഗോപാലും കാവാലം ശ്രീമാറേട്ടനും ഒക്കെ അവരുടെ ജോലി കാരണം പറ്റില്ല. ഒരുപാട് അത് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഭയങ്കര റെസ്ട്രെയിൻസ് ഉള്ള ഒരു മേഖലയാണ് ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത്. നമ്മളതിന് ഇത് കാരണം കാണിക്കണം. എന്തായാലും ഈ പറഞ്ഞ നവരക്കൽ തറവാടും അതുകൊണ്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ബന്ധുക്കളെല്ലാം തന്നെ ഗംഭീര എഴുത്തുകാരുള്ള ശ്രീകുമാരൻ തമ്പി, PV തമ്പി, അമ്മ ഗംഭീരമായിട്ട് എഴുതും അല്ലേ. അമ്മയുടെ പുസ്തകങ്ങൾ അതിഗംഭീരമായ പുസ്തകങ്ങളാണ്. അമ്മ പണ്ടോട്ട് എഴുതുമായിരുന്നു, അച്ഛൻ്റെ പണ്ട് തൊട്ടേ എഴുതുമായിരുന്നു, വളരെ ചെറുപ്പത്തിലേ എഴുതുമായിരുന്നു. പക്ഷെ ഒരു ബന്ധമില്ല. അന്ന് അച്ഛൻ അത് ഭയങ്കര ഇതൊക്കെ ഓരോ നിയോഗം ഓരോന്ന് പറഞ്ഞു വെച്ചേക്കുന്നെന്ന് പറയുന്നത്. അന്ന് അമ്മ ഒരു പിന്നെ അപരനാമത്തിലാണ് എഴുതി കൊടുക്കുന്നത്. അതെന്താ പറയുക, രാജൻ.
അത് അമ്മ തന്നെ ഇങ്ങനെ വളരെ അതിശയം രാജൻ എന്നുള്ള പേരിലാണ് എഴുതി. അതായത് വളരെ ചെറുപ്പത്തില് ഇവരൊന്നും തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ല കാണുന്നതിനൊക്കെ മുമ്പ്. ശരി. ഇവരെ കാണുന്നത് ഏത് പ്രായത്തിൽ? അമ്മയുടെ ഒക്കെ ഏത് പ്രായത്തിൽ? അമ്മയുടെ 20 വയസ്സ്, അച്ഛൻ്റെ 19 വയസ്സ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആദ്യത്തെ സീരിയസ് പ്രണയമായിരുന്നിരിക്കും ഇതായിരുന്നിരിക്കും. ഒരു മെച്ചോർഡ് ആയതിനു ശേഷമുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് തന്നെയായിരുന്നിരിക്കും. അതുകൊണ്ട് അത് പിന്നെ അമ്മ പറയുന്നത് പപ്പു എന്നാണല്ലോ വിളിച്ചുകൊണ്ട്. അമ്മ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോഴാണ് വീട്ടുകാർ ഇടപെട്ട് ജോലി രാജിവെച്ച് വീട്ടിൽ കൊണ്ട് നിർത്തുകയും അപ്പൊ വാശിയായി. അപ്പൊ പിന്നെ പ്രണയിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. 4 വർഷം ഈ കാണാത്ത പ്രണയമല്ലേ പരസ്പരം കത്തുകളിൽ കൂടെ. അതിനുശേഷം മോള് അനിയത്തി അവളൊരു സിനിമയിൽ അഭിനയിച്ചല്ലോ, തിങ്കളാഴ്ച നല്ല ദിവസത്തിൽ. അവള് സാമാന്യം അത് ബൈ ഡിഫോൾട്ടാണ്. അതായത് തിങ്കളാഴ്ച നല്ല ദിവസത്തിൽ വാസ്തവത്തിൽ മാധു ചെയ്ത വേഷം ശരിക്കും അതൊരു സീനിയർ ക്യാരക്ടറായിരുന്നു. കുക്കു പരമേശ്വരന്റെ ചേച്ചിയുടെ കഥാപാത്രം. ഒരുപാട് വായിക്കുന്ന സ്റ്റുഡിയോസ് ആയി കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു. കുറച്ച് വലിയ പിന്നെ ചൈൽഡിഷ് അല്ലാത്ത തോട്ട്സ് ഒക്കെ ഉള്ള ഒരു പാർട്ടിയായിരുന്നു. അതിനാദ്യം ഇവര് കണ്ടുവെക്കുകയും ഏതാണ്ട് ഫിക്സ് ചെയ്യുകയും ചെയ്തത് താരാ കല്യാണിനെയാണ്. അന്ന് അവരൊന്നും അഭിനയിച്ചിട്ടില്ല. 2 ഡാൻസേഴ്സ്. അമ്മയാണ് ഇവര് അന്ന് ഒരു ഓഡീഷൻ പോലെ നടത്തി തിരഞ്ഞെടുത്തത്. ഒന്ന് നമ്മുടെ നെല്ലിയോട് വാസുദേവൻ നമ്പൂരി കഥകളി ഞങ്ങളുടെ വീട്ടിനടുത്ത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു കുക്കു ചേച്ചി, കുക്കു പരമേശ്വരൻ. മറ്റേത് താരാ കല്യാൺ എൻ്റെ സിസ്റ്റർ പഠിച്ചിരുന്നത് വിമല മേനോൻ എന്ന് പറയുന്ന വളരെ പ്രശസ്ത അധ്യാപികയുണ്ടല്ലോ, അദ്ദേഹത്തിന് ആ നൃത്താധ്യാപികയുടെ അവരുടെ ഒരു ശിഷ്യയായിരുന്നു താരാ കല്യാൺ. അങ്ങനെയാണ് വന്നത്. പക്ഷെ അന്ന് ലാസ്റ്റ് 11-ാം മണിക്കൂറിൽ മുഖം ബ്ലീച്ച് ചെയ്യാൻ പറഞ്ഞപ്പം പറ്റില്ല എന്ന് പറഞ്ഞത്. ചെറിയ ഒരു ഇങ്ങനെ രോമമുള്ളതുകൊണ്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ വലിയ പ്രശസ്തയായ അഭിനേത്രിയായി ഫുൾ ബ്ലീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലീച്ച് ആയി. ഞാനത് ഈയിടെ അവരെ കണ്ടപ്പോൾ പറഞ്ഞു, അവർക്കത് ഓർമ്മയേ ഇല്ല. പക്ഷെ ഇങ്ങനെ വിളിച്ചതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. അങ്ങനെ 11-ാം മണിക്കൂറിലുള്ള ഒരു പിന്നെ ഒരു 11th അവർ ബൈ ഡിഫോൾട്ട് ഇൻക്ലൂഷൻ ആയിരുന്നു മാധുവിനെ. നിവൃത്തിയില്ലാതെ പെട്ടെന്ന് നന്നായിട്ട് ചെയ്തു, രസമായിരുന്നു. പിന്നെ അഭിനയിച്ചിട്ടൊന്നും ഇല്ല. ഇപ്പൊ എവിടെയാ മാധു? ട്രിവാൻഡ്രത്തുണ്ട്. ഹസ്ബൻഡ് ടെക്നോ പാർക്കിൽ. ഒരു മകൻ അവൻ ക്രിക്കറ്ററൊക്കെയാണ്, ഈ അണ്ടർ-16 ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് പ്ലെയർ ഒക്കെ ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്. അമ്മ ആരോഗ്യമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛൻ നിരവധി പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പം ടെക്നിക്കൽ സൈഡായാലും അല്ലെങ്കിൽ അഭിനേതാക്കളൊക്കെ ആയാലും എല്ലാവരും അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നല്ല അടുപ്പമൊക്കെ ആയിരുന്നു, എപ്പോഴും വീട്ടിലൊക്കെ വരുന്നത്. ഇപ്പോഴെന്താണ് ഈ സിനിമ പൊതുവെ നന്ദിയില്ലാത്ത ലോകം നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണോ? അതോ ഇപ്പോഴും അച്ഛൻ കൊണ്ടുവന്നവരൊക്കെ ആയിട്ട് നല്ല അടുപ്പവും അവരൊക്കെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതിയുണ്ടോ? ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ അച്ഛൻ കൊണ്ടുവന്നവരൊക്കെ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മളോട് ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജയറാം, അശോകൻ ഒക്കെ വളരെയധികം. പലരും ഇപ്പോൾ കൃഷ്ണേന്ദ്രൻ കൃഷ്ണേന്ദ്രനെയൊക്കെ അച്ഛനാണ്. അദ്ദേഹത്തിന് പാട്ട് പാടാൻ വിളിക്കുക എന്ന് വിചാരിച്ചത്. ബാലലോകത്തിൽ പണ്ട് പാട്ട് പാടാൻ വന്നതാണ്. അന്ന് ബാലലോകത്തിൽ അച്ഛൻ്റെ അമ്മാവനായിരുന്നു, റേഡിയോ അമ്മാവനായിരുന്ന സമയം. അപ്പോൾ അഭിനയിക്കാനാണെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിന് ഡബ്ബിങ്ങിന് കൊണ്ടുവരുന്നതും അച്ഛനാണ്. അദ്ദേഹം പിന്നീട് വളരെ പ്രശസ്തനായ ഡബ്ബിങ് ആർട്ടിസ്റ്റായി. കാണാമറയത്ത് പോകുന്ന സമയത്ത് പിന്നെ അത് കൃഷ്ണേന്ദ്രൻ ചേട്ടൻ പറയുന്നത് ഫുൾ ഡബ്ബിങ് കൂടെ നിൽക്കുന്ന പപ്പേട്ടനാണ്. ശശിയേട്ടൻ ആ ഏരിയയിൽ വന്നിട്ടില്ല, പുള്ളി വരാറില്ല. അങ്ങനെയാണ് 5 പടമൊക്കെ ചെയ്തോളൂ. പുള്ളിക്ക് ഡബ്ബിങ് പുള്ളി അറ്റൻഡ് ചെയ്യില്ല, പുള്ളി ഫൈനൽ വന്ന് നോക്കത്തേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം നിലമ്പൂറുകാരനായോണ്ട് തന്നെ ഈ കാഞ്ഞിരപ്പള്ളിക്ക് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റിന്റെ ഇതാണല്ലോ അവരുടെ കഥയാണ്. അപ്പൊ ആ എന്നതാന്നൊക്കെയുള്ള ഇത് പപ്പേട്ടൻ കൂടെ നിന്ന് പറഞ്ഞു തരികയായിരുന്നു. അച്ഛൻ്റെ ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പടങ്ങളുടെയൊക്കെ കൂടെ ഡബ്ബിങ്ങിനൊക്കെ കൂടെ നിൽക്കുമായിരുന്നു. അത് തകരയുടെ 40-ാം വർഷം മറ്റോ ഒരു കഴിഞ്ഞ 2019 ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ലളിതമ്മ KPSC ലളിത പറഞ്ഞൊരു കഥയുണ്ട്. ഈ അതിൻ്റെ അകത്ത് സുഭാഷിണി എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി ആദ്യം ഡബ് ചെയ്ത വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്നു. അച്ഛൻ കേട്ടിട്ട് പറഞ്ഞ് മാറ്റിയേ പറ്റുള്ളൂ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഭരതൻ പിന്നെ അച്ഛൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് അപ്പം സമ്മതിക്കും. ഇല്ല, കൃഷ്ണേന്ദ്രൻ അച്ഛൻ കുഞ്ഞൊക്കെ അച്ഛനാണല്ലോ കാസ്റ്റ് ചെയ്യുന്നത്. ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ട്. തിരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞ അച്ഛനും മിക്കവാറും ഭരതൻ്റെ ടെക്നീഷ്യൻസ് ആയിരിക്കും അച്ഛൻ എടുക്കുന്നത്. വസന്ത്, അശോക് കുമാർ, ക്യാമറമാരായാലും പിന്നെ മ്യൂസിക് ജോൺസൺ അതൊക്കെ പറയുന്നത് പപ്പ നമ്മുടെ പയ്യനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഇവരൊരു ഗീവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിരുന്നു.
ജയറാം അച്ഛൻ കാസ്റ്റ് ചെയ്ത അടുത്ത പടത്തിൽ പുള്ളി കാസ്റ്റ് ചെയ്യും. അശോകന് കൊണ്ടുവന്നതിന്റെ അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ പടത്തിൽ ഭരതൻ കാസ്റ്റ് ചെയ്തിരിക്കും. അതൊരു ഭയങ്കര അടിത്തറയല്ലേ ഒരാൾ കൊണ്ടുവന്ന് വേറെ ആൾ കൺസോൾട്ടേറ്റ് ചെയ്യാൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് സുഭാഷിണിയുടെ ഡബിങ് വന്ന സമയത്ത് അന്ന് ലളിതമായി പറയുന്നത് അവർ 3 മാസം ഗർഭിണിയാണ്. അവരൊരു അപ്പാർട്ട്മെന്റിലാണ്, ഒരു 3 നിലയുള്ള അപ്പാർട്ട്മെന്റിലാണ്. അപ്പം വന്ന് ഒറ്റക്കാലെ നിന്നു എന്നാണ് അവരുടെ വാക്യത. ഒറ്റക്കാലെ നിന്ന് ഇത് ഞാൻ ലളിത ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം വരതട്ടം വഴങ്ങി. അന്ന് ലിഫ്റ്റും ഇല്ല, ഈ 3 നിലയും കയറി ഇറങ്ങി അവസാനം കൂടെ നിർത്തി അത് ഫുൾ മാറ്റി റീഡബിപ്പിക്കുകയായിരുന്നു. അപ്പൊ അത്തരം ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ പടങ്ങൾ. ഇപ്പൊ വേറെ ആൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെ അല്ലാതെ വന്ന 1-2 അവസരങ്ങളിലാണ് ചില സംഘർഷങ്ങൾ ഉണ്ടായത്. തന്നെ സത്രത്തിൽ രാത്രി അച്ഛൻ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല ആ സിനിമ. അത് കഴിഞ്ഞ് പടം ഇറങ്ങിയപ്പം അവർ തമ്മിൽ വലിയ വഴക്കായി. എൻ ശങ്കരൻ നായർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകളും മറ്റേ നാനയിൽ ആ എഴുത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ തിരക്കഥയെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എഴുതുകയും തിരിച്ച് അദ്ദേഹം മറുപടി എഴുതുകയും. സത്യത്തിൽ ആ ഒരു വഴക്കാണ് അച്ഛൻ സംവിധാനം വാശിക്ക് ചെയ്തതാണ്. പെരുവഴിയമ്പലം അദ്ദേഹം പറഞ്ഞത് സംവിധായകന്റെ കലയാണ്, സംവിധാനമാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറയാൻ പറ്റാതെ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ സിനിമ എടുത്ത് കാണിക്കാന്നുള്ള ഇതിലാണ് പെരുവഴിയമ്പലം വരുന്നത്. പക്ഷെ അച്ഛൻ്റെ സ്വന്തം പടങ്ങളിൽ ഇപ്പം അച്ഛൻ്റെ സമകാലികരായ മറ്റ് ഇപ്പം ഭരതൻ്റെയോ ശശിയുടെയൊക്കെ പടങ്ങളിലുള്ള സ്കിൻ ഡിസ്പ്ലേ കാണാൻ പറ്റില്ല. വേണമെങ്കിൽ ഇഷ്ടംപോലെ സ്കോപ്പുള്ള എല്ലാത്തിലും സെൻഷ്വാലിറ്റിയുണ്ട്. ഇപ്പം നോക്കണ കള്ളംപോയിട്ടുണ്ട്, ഫയൽവാൻ്റെ സെൻഷ്വാലിറ്റി അല്ല ഈ പറയുന്നത് സെക്സ് ആണ് അതിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. അരപ്പട്ട കെട്ടി ഗ്രാമം ഹാപ്പനിങ്ങിൻ്റെ ബ്രോത്തലാണ്. എന്നിട്ടും ഒരു രംഗവും പോലും ഇല്ല. ആവശ്യം എവിടെ റൊമാൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കൂ എന്നുള്ളതല്ലാതെ അതങ്ങനെ ഓവറായിട്ട് എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടില്ല. എന്നാൽ അച്ഛൻ തിരക്കഥ എഴുതിയ പല സിനിമകളിലും അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ വളരെ മോശമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭരതന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഭരതന്റെ സിനിമയിൽ അങ്ങനെ അദ്ദേഹം ചെയ്യുമ്പോൾ ഈ കുറെ കൂടി കലാത്മകമായിട്ട് അദ്ദേഹം കാണിക്കും, ബ്ലണ്ടായിട്ട് കാണിക്കുമായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകന്റെ ഏറ്റവും വലിയ ആരാധകൻ മകൻ തന്നെയാണ് അല്ലേ? ആയിരിക്കാം അല്ലേ? പക്ഷെ എന്നെക്കാളും ഭീകര ആരാധകന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അയ്യോ, അച്ഛൻ്റെ പടമൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് പലരും ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. അതായത് എവിടെ നിന്ന് വേണമെങ്കിലും കോട്ട് ചെയ്യുന്നത്. അത് പിന്നെ വെറും സാധാരണക്കാർ. എനിക്ക് ഫിറോസ് ബാബു നിലമ്പൂർ എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ്. അദ്ദേഹം എവിടുന്ന് വേണേലും പറയും. അതുപോലെ സജിത് തേവൂരത്ത് അദ്ദേഹം അച്ഛൻ്റെ പേരിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഞാനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുള്ളിയാണ് വിളിച്ചു ചോദിക്കുന്നത്. മറ്റേ അങ്ങനെയുള്ള ഒരുപാട് ആരാധകരുണ്ട്, 1-2 ഒന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു സാധാരണ ലോറി ഡ്രൈവറായ അദ്ദേഹത്തിലേക്ക് അച്ഛൻ്റെ സാഹിത്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സിനിമ പോലെയല്ല, സാഹിത്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത്രയും ജനകീയത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ തിരിച്ചറിയും. പക്ഷെ ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഇപ്പം ഈ അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും പപ്പൻ ഡോക്യുമെന്റ് ചെയ്തു ഇപ്പൊ ഈ പുസ്തകത്തിലൂടെ. പക്ഷെ അതിന് സുഭാഷ് ചന്ദ്രനോട് നന്ദി പറയണം. നിർബന്ധിച്ച് എഴുതിപ്പിച്ചതാണ്. വളരെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉഴപ്പി അങ്ങ് പോയത്. ഞാനപ്പോ എന്റെ കൈ വിറയ്ക്കുന്ന എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, ആകെ പറ്റും, നീ എഴുത്. എന്നിട്ട് ഓരോ ആഴ്ചയും വിളിച്ചിട്ട് ഇങ്ങനെ പറയും. എന്റെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഒറ്റ ഓട്ടമാണ്. ഫസ്റ്റ് ഡ്രാഫ്റ്റേ ഉള്ളൂ. അതിന്റെ പുറത്ത് ഒരു ആശാരിപ്പണിയും ചെയ്തിട്ടില്ല, ഒറ്റ വരവാണ്. അത് അതിന്റെ ഗുണമുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ദോഷങ്ങളും ഉണ്ടെന്ന് എനിക്ക് ദോഷങ്ങളില്ല. അതിപ്പോ പപ്പൻ നോക്കുമ്പോൾ ഒരു പക്ഷെ തോന്നിയേക്കാം. പക്ഷെ നമ്മൾ വായിക്കും ചിലതൊക്കെ കുറച്ചുകൂടെ ഒതുക്കായിരുന്നു എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ആകാരെന്നാണ് തോന്നിയത്. കാരണം സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്ററാണ്. സുഭാഷ് ആണ് പ്രേരിപ്പിച്ചത്. നിങ്ങൾ വലിയ സുഹൃത്തുക്കളാണല്ലോ. അതെ, ഞങ്ങളും വലിയ സുഹൃത്തുക്കളാണ്, എൻ്റെ ക്ലാസ്മേറ്റും ഒക്കെയാണ്. എന്തായാലും അത് ഡോക്യുമെന്റ് ചെയ്തത് ഗംഭീരമായി. കാരണം വെച്ചാൽ അല്ലെങ്കിൽ വിട്ടുപോകേണ്ട പല കഥകളും പപ്പൻ തന്നെ അത് കൃത്യമായി. എനിക്കറിയാത്ത ഒരുപാട് കഥകൾ എനിക്ക് കണ്ടെത്താൻ പറ്റി. അച്ഛൻ്റെ ഈ പഴയ സുഹൃത്തുക്കളെ പലരെയും, ആർട്ടിസ്റ്റ് ഗോപാലൻ, ഈ പറയുന്ന ചിത്രപ്പണിക്കർ, ഇവരൊക്കെ പറഞ്ഞ കഥകൾ ഞാൻ അറിയുകയില്ല. ഒരുപാട് പേരുടെ കൈതപ്പുറം അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ ഒരുപാട് പേര് പിന്നെ ആകാശവാണിയിൽ അച്ഛൻ്റെ സഹപ്രവർത്തകരായിരുന്നു. ഒരുപാട് പേര് എന്നെ അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഗംഭീര പുസ്തകമാണ്. അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി. അല്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് എനിക്ക് എന്റെ പുസ്തകത്തിന് കിട്ടിയത്. കാരണം ഞാനത് എഴുതി 4 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അതിന്റെ ഒരു സാധ്യത 4 വർഷം കഴിഞ്ഞു. അല്ല, അത് അങ്ങനെ ഒരു പ്രതീക്ഷയിൽ എഴുതിയതൊന്നും അല്ല. നമ്മള് പറഞ്ഞ പോലെ ഒരാളുടെ ഇൻസിസ്റ്റൻസിൽ, ഒരാളുടെ സ്നേഹനിർബന്ധത്തിന്റെ പുറത്ത് എഴുതിയതാണ്.
ഭാഗ്യത്തിനത് ആളുകളിലേക്ക് എത്തി. ഇനി നമുക്ക് ഈ അച്ഛനെ വിട്ടിട്ട് നമുക്ക് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും പുതിയ ആൾക്കാരൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റുകൾ വായിക്കുന്ന ഒരു ജോലിയാണ് പപ്പന്റെ. അതാണ് പണി. പ്രധാന പണി അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു 2 സ്ക്രിപ്റ്റെങ്കിലും ഇല്ല വായിക്കാത്ത ആഴ്ചകളില്ല. ഇതെല്ലാം പരമ്പരകൾക്ക് വേണ്ടിയാണ് അല്ലേ? സീരീസ് പരമ്പര. അതെ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെയൊക്കെ ഒരു എഴുത്തിന്റെ നിലവാരം? അത്ഭുതപ്പെടുത്തുന്നു. അതായത് അവരൊരു ഇപ്പൊ പറയുന്ന പോലെ ഭയങ്കര യുണീക്ക് തീമൊന്നും ആയിരിക്കില്ല, പക്ഷെ ആ ഒരു ചെറിയ ഒരു ബിന്ദുവിനെ എങ്ങനെ അവർ വികസിപ്പിക്കുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ട് എഴുതുന്ന ജീവിതം. ഞാനിപ്പോൾ കേരള ക്രൈം ഫയൽസ് 2 എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇപ്പോൾ വരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ അഹമ്മദ് കബീർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് വേറൊരു തിരക്കഥാകൃത്താണ്. നമ്മുടെ കിഷ്കിന്ധാകാന്ഡം ചെയ്ത അദ്ദേഹമാണ്. ഞാൻ പേര് പെട്ടെന്ന് ക്യാമറമാൻ. ഈ പോലീസുകാരൻ്റെ ജീവിതം എനിക്ക് തോന്നുന്നു ആദ്യത്തേതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റാർക്ക് റിയലിസ്റ്റിക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഈ ഡയലോഗ് ഈ പാർട്ടീസ് അതും പിന്നെ അത് എഴുതിയ ആള് ഒരു വടക്കുന്നുള്ള ഒരാളാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന മുഴുവൻ തെക്കൻ സ്ലാങ് ആണ്. അതെങ്ങനെ ഇത് പറ്റുന്നു എന്നുള്ളത് ഞാൻ അതിശയിപ്പിച്ചിട്ടുണ്ട്. പലരും പുതിയ ചെറുപ്പക്കാർ ഒരുപാട് പേര് എന്നെ ശരിക്കും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതാണ് സത്യം. അതെ. അപ്പം ക്രാഫ്റ്റ് നല്ലപോലെ ഒരുപക്ഷെ ഈ മറ്റവർ എഴുതിയ പോലെ യുണീക്ക് തീംസ് ആവണമെന്നില്ല. മനുഷ്യന്റെ മനസ്സിലോട്ടിറങ്ങി അങ്ങനെയുള്ള ഇതൊന്നുമല്ല. പക്ഷെ അവര് ജീവിതം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നു. വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്താൻ പറ്റുന്ന ധാരാളം പേരുണ്ട്. നമ്മൾ ഈ സ്ലാങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഇടയ്ക്കൊരു വിവാദം ഉണ്ടായത് സംവിധായകൻ രഞ്ജിയേട്ടൻ തൂവാനത്തുമ്പികളിലെ മോഹൻലാലിൻ്റെ തൃശ്ശൂർ ഭാഷ പോരാ എന്ന് പറഞ്ഞു. ഇത് അതിനേക്കാളൊക്കെ വളരെ മുമ്പേ ഞാൻ ഇതിനെപ്പറ്റി ഇത്രയൊന്നും വലിയ അറിവില്ലാത്ത ഞാനിത് ഫേസ്ബുക്കിൽ പണ്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, കാരണം ഞാൻ തൃശ്ശൂരുകാരൻ അല്ലെങ്കിൽ പോലും അത് വളരെ കൃത്യമായി കുറച്ചൊരു ആർട്ടിഫിഷ്യലായ ഒരു അല്ല, അത് അതിനൊരു കാരണമുണ്ട്. അത് വ്യക്തമായ കാരണമുണ്ട്. ഈ പറയുന്ന നാരങ്ങാവെള്ളം കാച്ചാലോ എന്നൊക്കെ പറയുന്നത് ഒറിജിനൽ തന്നെയാണ്. അത് ഉണ്ണിമേനോൻ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഭാഷ ഇവോൾവിങ് ആണ്. ഇവര് പറഞ്ഞ കാലത്തെ ഭാഷയാവണമെന്നില്ല. ഇപ്പോഴ് ആ വാക്കുകൾ പലതും ഇപ്പോഴില്ല. അതിനകത്ത് ഇപ്പൊ പുതിയ പലതരം വാക്കുകളാണ്. ഈ അതിനൊരു കാരണമുണ്ട്. കാരണം അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ഇതിന് മുമ്പ് വന്ന പടമായിരുന്നു. അതിൽ കൃത്യമായ ഏറനാടൻ ഭാഷ, ഈ മുസ്ലിംസ് അവിടുത്തെ ഈ അരപ്പട്ടകൾ പറയുന്ന ഭാഷയാണ്. അത് വളരെ കൃത്യമായിട്ടാണ് അതിൻ്റെ അകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. അച്ഛൻ്റെ അതിൻ്റെ ഒരു സ്ലാങ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, സുരാസു. അദ്ദേഹമായിരുന്നു ഏറനാടൻ ഈ സംഭാഷണങ്ങൾ പിന്നെ ഒന്ന് തിരുത്തി കൊടുത്ത വേറെ ചില പ്രത്യേക ഇതൊക്കെ. പക്ഷെ ഇത് അന്ന് കുറച്ചുകൂടെ ചെറിയ സ്ഥലമാണ്, എന്താ ഇത്രത്തോളം എക്സ്പോഷർ ഇല്ലാത്ത ഒരു സൊസൈറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൊച്ചിക്ക് ഇപ്പുറത്തോട്ട് പല ഇതും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു പരാതി ഭയങ്കരമായിട്ടുണ്ട്. ഏറനാടൻ ഭാഷ ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം അത് വളരെ പിന്നെ സ്ലാങ്ങിഷ് സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തൂവാനത്തുമ്പികൾ വന്നപ്പോൾ അത്രയ്ക്ക് പർട്ടിക്കുലർ ആവണ്ട, കുറച്ച് ലൂസിഡായിട്ട് ഇങ്ങനെ കുറച്ച് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വരണോട്ടെ. അപ്പോൾ ഇത് ചില ഈ തിരക്കഥ വായിക്കുമ്പോൾ അമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതങ്ങനെയല്ല പറയേണ്ടത്, അത് കുഴപ്പമില്ല, അങ്ങനെ ഇറന്നോട്ടെ എന്നച്ഛൻ. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. കാരണം തൃശ്ശൂർ വെച്ച് ഷൂട്ട് ചെയ്യുന്ന അച്ഛൻ്റെ ഈ പഴയ ഗ്യാങ് മുഴുവൻ അവിടെ ഉണ്ട്. ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ പോരെ. അദ്ദേഹം തന്നെ ഉണ്ണിമേനോൻ തന്നെ പുറത്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചാൽ കിട്ടും. ജയകൃഷ്ണന്റെ ഒരു അതെ അതിപ്പോഴും ഉണ്ട്. പലരും അത് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം ഉണ്ട്. ഈ ബസ് ഓണർ ബാബു എന്ന് പറയുന്നതിന്റെ ഒറിജിനല് എക്സ്പ്രസ് ജോർജ്, എക്സ്പ്രസ് എന്ന് പറയുന്ന ബസ്സിന്റെ ഓണർ ജോർജ് ആയിരുന്നു. അതെ. പിന്നെ അതിൻ്റെ അകത്ത് എല്ലാ കഥാപാത്രങ്ങളും തങ്ങളൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ണിമേനോൻ പറയുന്നത്. അതേപോലെ ഒരു വെള്ളയും വെള്ളയും ആ മുണ്ടിന്റെ കുത്തു പോലും പരപ്പരാൻ അതുപോലെയാണ് കുത്തിച്ചിരിക്കുന്നത് എന്നാണ്. അത് സ്വപ്ന ലോഡ്ജിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ശുഭ്രവസ്ത്രധാരിയായ ഈ പ്രൊഫഷനിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അച്ഛൻ്റെ തിരക്കഥകളെല്ലാം മാനസ്ക്രിപ്റ്റ് അതേപടി ഇപ്പോഴും കയ്യിലുണ്ടോ? ഒരു 99% ഉണ്ട്. 1-2 മിസ്സിംഗ് ആണ്. ശരി. ഈ പത്മരാജൻ എന്ന് പറയുന്നത് ഇത്രയും മഹാനായ ഒരു സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായിരുന്ന ആളുടെ നല്ല സ്മാരകം വേണ്ടേ? ഒരു ട്രസ്റ്റുണ്ട്, നല്ലൊരു സ്മാരകം വേണ്ട. അദ്ദേഹം ഉപയോഗിച്ച കാര്യങ്ങൾ ഇതുപോലുള്ള മാനസ്ക്രിപ്റ്റ് എല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെ പേരിലൊരു വായനശാല നാട്ടിലുണ്ട്. ഞങ്ങളുടെയൊക്കെ സ്ഥലത്തു നിന്ന് തന്നെയാണ് കൊടുത്തത്, പഞ്ചായത്തിൻ്റെ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അകത്തൊരു ഗ്രാമത്തിൻ്റെ അകത്തായതുകൊണ്ട് അതിനൊരു അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തല്ലേ ഇത് വേണ്ടത് അല്ലേ? അങ്ങനെ എൻ്റെ അടുത്ത് സുരേഷ് ഗോപി ചേട്ടൻ സ്ഥിരം കാണുമ്പോൾ പറയും, പപ്പേട്ടൻ ഇതൊന്നും പോരാ, നമുക്കൊരു സ്മാരകം ചെയ്യണം എന്നൊക്കെ അദ്ദേഹം എപ്പോഴും വളരെ ആവേശത്തോടുകൂടി പറയാറുണ്ട്.
ഞാൻ അതിനെപ്പറ്റി ബോധവടല്ല. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ഇവരുടെ വർക്ക്സൊക്കെ തന്നെയാണ് ഇവരുടെ സ്മാരകങ്ങൾ. അതാണല്ലോ എല്ലാ കാലത്തേക്കും കിടക്കുന്ന ഒരു കാര്യം. അതാണ്. എങ്കിൽ പോലും അത് എന്നെപ്പോലെ അതായത് സ്നേഹിക്കുന്നവരൊക്കെ ഒരു ആവശ്യമായിട്ട് നമ്മളൊരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായത്, എൻ്റെ ഒരു ഉപദേശപ്രകാരം ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ട്. അത് വിൻസറിൻ്റെ EV ആണ് അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പോയാണ് വണ്ടിയൊക്കെ കണ്ട് ബുക്ക് ചെയ്ത് ഇപ്പോൾ അത് ഡെലിവറി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടിയൊക്കെ വളരെ നല്ല. ഞാനിത് പുറത്ത് പറയാൻ താല്പര്യമുള്ള ഒരാളല്ല. വിൻസർ EV അല്ല, ഞാൻ നിങ്ങൾ മറ്റേ റേഞ്ച് റോവർ ഒന്നും എടുത്തെന്നല്ലോ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. എന്തായാലും വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നമ്മൾ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യത്തിലേക്കാണ്. അതായത് നമ്മൾ ചെറിയ ഗിഫ്റ്റ് തരും. വണ്ടി കൃത്യമായി കഴുകിയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സാധനങ്ങളാണ്, അതിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊക്കെ വണ്ടി ഭംഗിയായി. അച്ഛൻ്റെ വണ്ടികളെ പറ്റി ചോദിക്കണം ഞാൻ ആലോചിച്ചിരുന്നത്. വണ്ടി ഇപ്പോഴും ഉണ്ട്. അച്ഛൻ്റെ ഫിയറ്റ് ഇപ്പോഴും അല്ലേ? അച്ഛൻ അതാണോ ആദ്യം വാങ്ങിച്ച വണ്ടി? അല്ല, അതും ഇതിന് മുമ്പ് വേറെ ഫിയറ്റ് തന്നെയായിരുന്നു. അത് 78 മറ്റോ ആണ്, 79 ഞങ്ങളുമൊക്കെ മദ്രാസിൽ പോയിട്ടുണ്ട്. അതൊരു ദീപാവലി അവധി സമയത്താണ്. അവിടുന്നാണ് വാങ്ങിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അത് 2-3 പടങ്ങളുടെ അഡ്വാൻസാണ്. പകരയുടെ ഫൈനൽ പേയ്മെന്റ്, മറ്റേ ഷാലിനിന്റെ കൂട്ടുകാരിയുടെ പേയ്മെന്റ്, കൊച്ചു കൊച്ചു തെറ്റുകളുടെ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അന്ന് പിന്നെ വാങ്ങിക്കുന്നത്. അത് അവിടുന്ന് പിന്നെ ആണ് വാങ്ങിക്കുന്നത്. മദ്രാസിലേ ഉള്ളു അന്ന്. അവിടെ വരെ പോയി എടുക്കണം. ഇവിടെ അന്ന് ഇതില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് വാങ്ങിയതാണ്. അതും ഫിയറ്റ് തന്നെ. അച്ഛൻ്റെ താല്പര്യം അതായിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്. പക്ഷെ ഒന്ന് നവീകരിച്ചെടുക്കണം. നമ്മൾ മാഗസിനിൽ അതിനെപ്പറ്റി ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ട്. നല്ല അന്നൊക്കെ നല്ല കണ്ടീഷനിൽ കിടക്കായിരുന്നു. അതെ, ഇതിപ്പം എന്താന്ന് പറഞ്ഞാൽ അതിന് ശേഷം വീട്ടിൽ വേറെ പല വണ്ടികൾ മാറി മാറി വരികയും 2-3 മാറി വന്നപ്പോഴത്തേക്കും അത് സൈഡിലങ്ങ് ഒതുങ്ങിപ്പോയി. അതാണ്. അപ്പോൾ എന്തായാലും ആ വണ്ടിയും നമ്മൾ തരുന്ന സംഭവം വെച്ചാൽ കഴുകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അതോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം ഇവിടെ കൊച്ചിയിലെ ഒരു പ്രമുഖ ഡീറ്റെയിലിംഗ് സെൻ്ററാണ് ഓഷോ. അവർ നൽകുന്ന വണ്ടി കഴുകാനും തുടയ്ക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ. പിന്നെ നമ്മുടെ മെയിൻ സ്പോൺസറായ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസർ വീഗാലാൻഡ് ഡെവലപ്പേഴ്സാണ്. അവരുടെ വകയും ചെറിയൊരു ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അച്ഛനെ പറ്റി ഇനിയും കൂടുതൽ എഴുതണം. എത്ര എഴുതിയാലും തീരില്ല. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് കൂടുതൽ ഇതുവരെ പുറത്ത് വരാത്ത കഥകളൊക്കെ തപ്പിപ്പിടിച്ച് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ പറഞ്ഞ അനൂപ് മേനോനൊക്കെ പറയും എലിഫന്റൈൻ മെമ്മറിയാണ്. കാണാൻ ഇതുപോലൊക്കെ ആയതുകൊണ്ടായിരിക്കും. എന്നാലും അത്യാവശ്യം നല്ല ഓർമ്മശക്തി ഉണ്ട്. പഴയ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അത് ഞാൻ ഞെട്ടിപ്പോയി വായിച്ചിട്ട് കേട്ടോ. ആ പുസ്തകത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ്. അത് ഈ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എത്ര ഷാർപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. അമ്മയുടെ അപ്പോൾ ചോദിച്ചും കൂടെയാണോ ഇത്? തീർച്ചയായിട്ടും. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ട് അമ്മ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഈ ഡയറി കുറിപ്പ് എഴുതുന്ന ശീലമുണ്ട്. അത് അമ്മ തന്നെ നോക്കി റെഫർ ചെയ്ത് മുഴുവനായിട്ട് തരത്തില്ല, കാരണം അത് വായിക്കാൻ തരത്തില്ല. അങ്ങനെ എൻ്റെ അച്ഛൻ പറയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഈ ശീലമുണ്ട് പണ്ട് തൊട്ടേ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ പറയും അങ്ങനല്ല, ഞാനത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അച്ഛനാണെങ്കിൽ പറയും ഇതെല്ലാം അവിടെ കത്തിച്ച് കളഞ്ഞാലേ വീട്ടിൽ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അമ്മയുടെ അന്വേഷണം പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.